ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് വിരിഞ്ഞ ഫ്ലവറാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിനധികം ലീഫുകളും ഇല്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ലീഫ്, കണ്ടില്ലേ? അടിയിൽ ചെടിച്ചട്ടിയുടെ അടിയിൽ കുറച്ച് ലീഫുണ്ട്. പിന്നെ ഇങ്ങനെ തണ്ട് ഇങ്ങനെ നേർത്ത് വന്നിട്ട് തുമ്പത്തായിട്ട് പൂക്കൾ ഒരു 4ഓളം പൂവുണ്ട്. ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എന്താ പറയുക, ആൽഫൻ ലീബ് മിഠായിയൊക്കെ പോലെ തോന്നുന്നു എനിക്കിത് കണ്ടിട്ട്. നല്ല രസമാണ്. ഡബിൾ ഷെയ്ഡ് കളറിൽ, പേരറിയില്ല, എന്നാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പൂവ് ഇന്നിങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നിയതാണ്. അടിപൊളി ഫ്ലവറാണ്. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ ഫ്ലവർ ഇതാണ്. ഇതിൻ്റെയും പേരൊന്നും അറിയില്ല. കൈതച്ചക്കയുടെ ആ ഒരു കൈതച്ചക്കയുടെ ചെടിയില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ഈ ഒരു ചെടി. അത്രയും മുള്ളുകളില്ല, ആ ഒരു ഷേപ്പിലൊക്കെ. ഫ്ലവർ ഇതാണ് കേട്ടോ. സീസണൽ ഫ്ലവറാണ് ഇത് രണ്ടും. നേരത്തെ കാണിച്ച ആ ഒരു ഫ്ലവറും ഇതും സീസണലാണ്. ഈ ഒരു സമയത്ത് മാത്രമാണ് ഉണ്ടാവുക. പേരറിയില്ലെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഈ രണ്ട് ഫ്ലവറും. ഇതിൻ്റെയും പേരെനിക്കറിയില്ല. ഇപ്പോൾ അത് 2-3 ദിവസമായിട്ടോ ഇത് വിരിഞ്ഞിട്ട്. ഇത് നല്ല റെഡ് കളറിൽ, ഇതിൻ്റെ തുമ്പ് നോക്കി, തുമ്പത്തൊരു ഡാർക്ക് എന്താ പറയുക, വാടാർമല്ലി കളറോ അങ്ങനെയൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. സൂപ്പറാണ്. ഞാൻ പൂക്കളുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാളിവിടെ നോക്കി കണ്ടിട്ടാ. ലക്കീനിപ്പോൾ തുറന്നു വിടലില്ല കേട്ടോ. മുന്നിൽ ലക്കീന് ഇങ്ങനെ കെട്ടിയിടാറില്ല ഞങ്ങൾ. ഇങ്ങനെ പുറത്ത് പണിയെടുക്കുമ്പോഴായാലും അകത്ത് പണിയെടുക്കുമ്പോഴായാലും ഒക്കെ അവനിങ്ങനെ അഴിച്ചു വിടാറാണ് പതിവ് കേട്ടോ. ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ അഴിച്ചു വിടാറേ ഇല്ല. ഇങ്ങനെ കെട്ടിയിടാണ് കേട്ടോ. കാരണം പറയാം, അവന് അഴിച്ചു വിടുമ്പോൾ ഉണ്ടല്ലോ, വീടിൻ്റെ പൊക്കത്ത് റോഡാണ്, കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് റോഡാണ്. അപ്പോൾ അവന് എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ അവരുടെ പുറകെ ഓടും. അങ്ങനെ പുറകെ ഓടി 2 പ്രാവശ്യം അവന് തിരിച്ച് വരാനായിട്ട് വഴി അറിയാതെ അവനെ പിടിച്ചിട്ട് വരണ്ടേ വന്നു കേട്ടോ. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിനാണ് 2 പ്രാവശ്യം അവനെ കിട്ടിയത്. ഇവിടെ മോനുള്ള കാരണം കൊണ്ട് മോനും കൂട്ടുകാരൊക്കെ പാടെ പോയി തപ്പിപ്പിടിച്ചാണ് 2 പ്രാവശ്യം. ഒത്തിരി ദൂരേക്ക് പോയിട്ടാ. ബൈക്കിൻ്റെ പുറകെ അവനിങ്ങനെ ഓടുമ്പോൾ അവന് പിന്നെ തിരിച്ചു വരാൻ അറിയില്ല. അങ്ങനെ 2 പ്രാവശ്യം അവൻ പെട്ടുപോയി. അത് പിന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിടും ഞങ്ങൾ അവന്. അപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുകയും പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങളുള്ളപ്പോൾ മാത്രം മോളിൽ പൊക്കത്തേക്ക് ഞാൻ ഈ ബെൽറ്റിൽ തന്നെ കൊണ്ടുപോകും അവനെ. അങ്ങനെ കാലത്തും വൈകുന്നേരം അവനെ കൊണ്ട് നടക്കും. അങ്ങനെ ഉള്ളോട്ട്. അപ്പോൾ അവനങ്ങനെ അഴിച്ചു വിടണില്ല. ചെക്കൻ്റെ സ്വാതന്ത്ര്യം അവനായിട്ട് തന്നെ കളഞ്ഞു. പിന്നെ എനിക്കാകെ ഞാൻ വിഷമിച്ച് പോയിട്ട് 2 പ്രാവശ്യം. ഫസ്റ്റ് പ്രാവശ്യം വിചാരിച്ചു അറിയാതെ ഇങ്ങനെ പെട്ടെന്നൊരു ഇതിലങ്ങ് ഓടിയിട്ട് വഴി